പിന്നെ ഹിയറിംഗ് നടക്കുന്നത് ഇപ്പോഴാണ്. ഈ ഹിയറിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് എനിക്ക് സ്വയമായിട്ട് അപ്പിയർ ചെയ്യേണ്ട വന്ന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാഹചര്യം വന്നത്. ഇത് ചെയ്തുകൊണ്ടിരുന്ന വക്കീലുമാർ റിലിംക്വിഷ് ചെയ്തതുകൊണ്ടും ആണ് എനിക്ക് പെട്ടെന്ന് സ്വയം തന്നെ ചെയ്യേണ്ടി വന്നത്. പല കാരണങ്ങളുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ അപ്പിയർ ചെയ്തപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് കുറച്ച് പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടു. കാരണം ഞാൻ 2.5 വർഷമായിട്ട് വളരെയധികം പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ പോലീസിൻ്റെ ഒരു സംരക്ഷണം, സർക്കാർ എന്നെ സംരക്ഷിക്കണം, നമ്മളെല്ലാവരെയും സർക്കാർ സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജിയിന്മേൽ ഇപ്പോൾ സിവിൽ കോർട്ടിൽ എന്നെ പുറത്താക്കിയ സന്യാസ സഭയിൽ നിന്ന് അതിക്രൂരമായി എന്ന് വേണം പറയാം. പുറത്താക്കിയ നടപടിക്കെതിരെ സിവിൽ കോർട്ടിൽ മാനന്തവാടിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കെ ഇഞ്ചക്ഷൻ ഓർഡറും ഉണ്ട്. താൽക്കാലികമായിട്ട് കിട്ടിയ ഇഞ്ചക്ഷൻ ഓർഡർ പിന്നെ ഹിയറിംഗ് ചെയ്ത് റിജക്റ്റ് ചെയ്യാനോ കണ്ടിന്യൂ ചെയ്യാനോ ഉള്ള സാഹചര്യം ഇല്ല. പക്ഷേ സുപ്രീം കോർട്ടിൻ്റെ വിധി പ്രകാരം, പുതിയൊരു ഉത്തരവ് പ്രകാരം എക്സ്റ്റെൻഡഡ് ആണ്. COVID-19 പാൻഡമിക്കിൻ്റെ ഗുരുതരാവസ്ഥയിൽ ഹിയറിംഗ് നടന്നിട്ടില്ലെങ്കിൽ അത് സ്റ്റേ ഓർഡറിൽ തന്നെ പോകുവാണ്. അങ്ങനെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിക്ക് മുകളിൽ, ഞാൻ കൊടുത്തത് പോലീസ് പ്രൊട്ടക്ഷനാണ്, പക്ഷെ അതിന് മുകളിൽ ഇന്ന് കേട്ട വിധികർത്താവായിട്ടിരുന്ന ജഡ്ജി പറയുന്നത് സിസ്റ്റർ മഠത്തിന് പുറത്തു പോകണം, പുറത്തു പോയാൽ സംരക്ഷണം തരാം, അകത്ത് സംരക്ഷണം തരില്ല. അകത്ത് ഞാൻ എങ്ങനെയാണ് തെരുവിലേക്ക് എറിയുന്നത്? എന്നോട് പുറത്തു പോകാൻ പറഞ്ഞാൽ എവിടെ പോയിട്ടാണ് താമസിക്കുന്നത്? എന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സന്യാസവും തെരുവിൽ വലിച്ചെറിയപ്പെടില്ലേ? നമുക്കിവിടെ അന്തസ്സോടെ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്ത് സാഹചര്യം ഉള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ? അപ്പോൾ മാത്രമല്ല, എന്നെപ്പോലെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു സിസ്റ്ററെങ്കിലും ഇനി മഠത്തിനുള്ളിൽ തയ്യാറാകുമോ? എത്ര ലൈംഗിക വീരന്മാർ മഠത്തിനുള്ളിൽ കയറുന്നിറങ്ങിയാലും, ഉദാഹരണം മിഷ ഫ്രാങ്കോ, അദ്ദേഹത്തിന് ഇരയാക്കപ്പെട്ട ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട ആ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ആരും നിൽക്കാത്തതുകൊണ്ട് ശബ്ദിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ എന്നെ പുറത്താക്കപ്പെടുന്നത്. ഇനി ഞാൻ കോടതിയും കൂടി എന്നോട് അങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മളൊക്കെ ജീവിച്ചിരിക്കാൻ നമുക്ക് സാധിക്കുമോ? ജീവിച്ചിരിക്കാൻ സന്തോഷത്തോടെ? എൻ്റെ തീരുമാനം, ഞാൻ ഒരു കാരണവശാലും മഠത്തിൽ നിന്ന് ഇറങ്ങുകയില്ല. ഞാൻ കോടതിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സിവിൽ കോർട്ടിൽ ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കുന്ന സാഹചര്യമാണ് സുപ്രീം കോർട്ടിൻ്റെ തീരുമാനം അനുസരിച്ച്. അതുകൊണ്ട് എനിക്ക് മഠത്തിൽ തന്നെ ജീവിക്കണം. പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ തരികയോ തരാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ നാഷണൽ വിമൻ കമ്മീഷൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് സംരക്ഷണം തരണം ഞാൻ എവിടെയാണെങ്കിലും എന്ന്. അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഞാൻ മഠത്തിൽ തന്നെ താമസിക്കുകയുള്ളൂ. ഞാൻ തിരഞ്ഞെടുത്ത അന്തസ്സിൽ നിന്ന് 40 വർഷത്തോളമായി പരിശീലനം അടക്കം ഞാൻ ജീവിക്കുന്നത്. അവിടെ നിന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ എങ്ങനെ, ഏത് കോടതിക്കാണ് പറയാൻ കഴിയുക? എങ്ങോട്ടാണ് ഞാൻ പോവുക? സോ just I appeared myself before the honorable court, and this was a very severe case to appear before me. It was very painful for me. So my first experience, I had filed a case, writ petition to grant me police protection from the different issues, troubles which I was experiencing the past 2.5 years. So during the hearing session, the court is telling me that you go out and there we will give protection. But I am filed a case in civil court to challenge my right to stay in the convent as a nun itself. I am a nun. Around 40 years I was a nun itself in the convent, and civil court injunction order is there, and because of due to the pandemic of COVID-19, the hearing session is not yet completed. That's why it is extended. I came to know that according to the Supreme Court order, all the orders are, if it is not possible to hear, and because of so many problems, so it is extended. So I will live only in the convent. It's my right. You're saying you will live only in the convent. Where are you? You're saying you will not move out. Why I should move out? Let the court, civil court in the Manandavadi, tell me, order me to go out, then I will obey.
because they will find out the wrong things what if I had done. Okay. Otherwise, why I am going out? So which means you will be forcefully evicted in such a circumstances. What will you do? There won't be any such an situation because I believe in court. Because we see the court in the place of God. So there should come, from there it should come the truth, judgment. Yes. So I believe that, I hope that judgment from the part of the court. You're saying your nunhood is being thrown to the street. Is that what you're saying? Say, who can say that you go out from the convent? Who can say? If my parents can say to me, go out of the convent, or the court can say me to go out of the convent, the nunhood, who can take it over? Who can take it that my nunhood? I am a nun. And how the court can say that you go out and we will give the protection there? The court should give me protection where I live. If I am challenging some difficulties, from troubles, from some threats to me. So the court should give me the protection. Order to, I am under Velamunda police station. My convent is there. I will stay there only. And it is injustice. If any court say like that, it is injustice. Then what right we have, the women have in the society? If she argued for her right, if the right is also throwing away from me, so whoever will get the chance to stand for the truth, anybody will come out, any women will come out, everybody like Vismaya. You know that what happened to Vismaya? No, so you're saying that other nuns will not have the guts to, if they are being victimized, they will also not come out. They will not come. If the court throw me out from the convent, then the congregation will start to throw out many, because the case was that the Franco's case, and I have and many nuns are joined with them to give solidarity with them. That case itself, they started to put me out, to oust me from the convent, from the congregation. So who will start about the sexual abuses if we are facing in the convent? You're saying this is not about you. This is not about you. You're saying you're going to stay in the convent for others. Not myself. And if I am thrown out from the convent, then the convent authorities will misuse this order, and they will throw out with merciless many nuns, those who are standing for the right and truth. So it should not happen. My request to the Honorable Court, I am standing in front of the Honorable Court. So don't judge injustice way, because I see a God in the court, the Honorable Court. So there should, the justice and truth should flowers. So otherwise what we will do? Where I will go? In the street? My nunhood will, how can the court, I'm just wondering that. I have many times requested, I have filed a case in the civil court. So let me, according to the civil court, give me an order. If go out, let it complete, finish it. But I expect, the order is not written, but I expect, I have a right, I am a citizen of India, not an American citizen. So I need the right where I live, where I dwell, where I sleep, where I play, where I eat. Has the court given any time for you to vacate? Nothing. If there is anything against me, then I will appeal the higher session of the court. Thank you, sister. Thank you, sister. That is Sister Lucy speaking exclusively to Republic, saying that she, come what may, she will not move out of the convent, and that this is a fight to ensure that others who are facing similar atrocities within the congregation, they also feel that their voices should not be heard, their voices should not go down, and such cases should not be repeated again. Back to you. All right, thank you so much, Ashwin, for getting us that first reaction from Sister Lucy right after the Kerala High Court's order, which has now asked Sister Lucy to vacate the convent. The High Court says that it will only provide protection to her only outside the convent. Meanwhile, Sister Lucy maintaining, no matter what, she will not